ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സകലരെയും സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബഹുമാന്യരായ ഞങ്ങളുടെ എല്ലാ കേൾവിക്കാർക്കും കർത്താവിൻ്റെ വന്ദനത്തെ പറയുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടെ ജീവിപ്പാൻ ദൈവം നൽകിയ നല്ല അവസരത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ഓരോ ദിവസവും ആവശ്യമുള്ളതൊക്കെ തരുന്ന ആ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ വലിയവനായ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ഓരോ നിമിഷവും കഴിയുന്തോറും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം നാം ഒക്കെ ഈ ഭൂമിയിലുണ്ട് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും ലഭിക്കുന്ന അവസരത്തെ തക്കത്തിൽ വിനിയോഗിച്ച് ദൈവനാമം മൊത്തത്തിനു വേണ്ടി നിലകൊള്ളുവാൻ വലിയവനായ കർത്താവ് നമുക്ക് ഏവർക്കും ഇട നൽകട്ടെ. ഒരു സൂപ്പർ മാർക്കറ്റിൽ അതിൻ്റെ സൂപ്പർവൈസർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പരിശോധന നടത്തി പോയ കൂട്ടത്തിൽ കോൾഡ് സ്റ്റോറേജിൽ പരിശോധിക്കാനായിട്ട് താൻ അകത്തേക്ക് കയറി. ഉടൻ തന്നെ ആ വാതിൽ അടഞ്ഞു. അത് പുറത്തുനിന്ന് മാത്രം തുറക്കാൻ കഴിയുന്ന ഒരു വാതിലാണ്. തൻ്റെ പരിശോധന കഴിഞ്ഞ് താൻ തിരിച്ചു വന്നപ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടു. താൻ അപകടം മനസ്സിലാക്കി. തനിക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ല, പുറത്തു നിന്ന് ആരെങ്കിലും ഒന്ന് തുറക്കാതെ തനിക്കിറങ്ങാൻ കഴിയത്തില്ലെന്ന് ബോധ്യമായ മനുഷ്യൻ ഉറക്ക ശബ്ദമുണ്ടാക്കുന്നു. അതിൻ്റെ കതകിൽ ഉറക്കെ ആഞ്ഞടിക്കുന്നു. പക്ഷെങ്കിൽ പ്രയോജനമൊന്നുമില്ല. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല. ഞാനിവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ. ഇങ്ങനെ ചിന്തിച്ച് വളരെ ഭാരത്തോടിരുന്ന അല്പസമയത്തിന് ശേഷം ആരോ വന്ന് കതക് തുറന്ന് ഇദ്ദേഹത്തെ പുറത്തെത്തിച്ചു. ആ കതക് തുറന്നത് ആ സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ഈ മനുഷ്യൻ ഈ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇതിനകത്തുണ്ട്? ഇദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഈ സ്ഥാപനത്തിൽ അനേക ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും രാവിലെ ഓരോരുത്തർ വരുമ്പോഴും ഞാൻ ആ ഗേറ്റ് തുറന്നു കൊടുക്കും. പക്ഷെങ്കിൽ ആരും എന്നെ വിഷ് ചെയ്യാറില്ല. താങ്കൾ മാത്രമാണ് രാവിലെ വരുമ്പോഴും വൈകിട്ട് മടങ്ങിപ്പോകുമ്പോഴും എന്നെ വിഷ് ചെയ്യാറുള്ളത്. ഇന്ന് രാവിലെയും താങ്കൾ കയറിപ്പോയത് ഞാൻ ശ്രദ്ധിച്ചു. താങ്കൾ ഒരു ഹായ് പറഞ്ഞിട്ടാണ് പോയത്. തീർച്ചയായിട്ടും താങ്കൾ മടങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ബൈ പറയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് താങ്കളുടെ ബൈ എനിക്ക് കിട്ടിയില്ല. എന്തു പറ്റി? താങ്കൾ എന്തുകൊണ്ട് എല്ലാവരും പോയിട്ടും ഇറങ്ങി വരാത്തത് എന്നറിയേണ്ടതിന് വേണ്ടി ഞാൻ ഈ മാർക്കറ്റിലൊന്ന് കയറി ഇറങ്ങിയതാണ്. ഞാൻ പലയിടത്തും കയറി ഇറങ്ങി, പക്ഷെങ്കിൽ ഒരിടത്തും കണ്ടില്ല. പക്ഷെങ്കിൽ ഈ കോൾഡ് സ്റ്റോറേജിൻ്റെ അടുക്ക് വന്നപ്പോൾ ഒരു ഞരക്കം കേട്ടു. എനിക്ക് തോന്നി ആരോ അകത്തുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഞാൻ കതവ് തുറന്ന് നോക്കിയപ്പോൾ താങ്കളാണ്. അങ്ങനെയാണ് താങ്കളെ ഞാൻ രക്ഷപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ നിന്ന് ഒരു ആശയം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വെറും നിസ്സാരരെന്ന് കാണുന്ന മനുഷ്യർ, അവരും നമ്മളെ നാളെ സഹായിച്ചെന്ന് വന്നേക്കാം. ആരും ചെറുതല്ല. ഒരുപക്ഷെ ഏതെങ്കിലും നിലയിൽ നമ്മുടെ അത്രയും കഴിവോ വിദ്യാഭ്യാസമോ പദവിയോ പലതും ഇല്ലെങ്കിൽ പോലും ആരെയും നമ്മൾ നിസ്സാരരായി കാണരുത്. തീർച്ചയായിട്ടും ആ മനുഷ്യൻ അവിടെ രക്ഷപ്പെട്ടതിൻ്റെ കാരണം ഈ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. സെക്യൂരിറ്റി ജീവനക്കാരൻ ഇദ്ദേഹത്തെ പ്രത്യേകമായി നോട്ട് ചെയ്തതിൻ്റെ കാരണം മറ്റാരും ചെയ്യാത്ത ഒരു വന്ദനം ഈ കാവൽക്കാരന് അല്ലെങ്കിൽ ആ താണ ജോലിക്കാരന് ഈ ഉന്നത ഉദ്യോഗസ്ഥൻ കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ നോക്കുക. നമ്മൾ എത്ര ഉന്നതമായാലും നമ്മളെക്കൊണ്ട് ഒരുപക്ഷെ ചെയ്യാൻ കഴിയാത്ത പലതും സംഭവിച്ചെന്നിരിക്കാം. അവിടെ നമ്മളെ സഹായിപ്പാൻ ആരെങ്കിലും ഓടിയെത്തുന്നത് ഉന്നതന്മാരാകണമെന്നില്ല. അതുകൊണ്ട് നമുക്കെല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയട്ടെ. ഒരു വചനം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. 41-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പ്രകാരം നമ്മൾ കാണുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. നമുക്കൊരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും സാധുവെന്ന് കാണുന്ന വ്യക്തിയെപ്പോലും സഹായിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം ധന്യമായി തീരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് നോക്കുവാൻ എടുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പകർന്ന് അവിടുന്ന് ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അങ്ങാക്കിയപ്പോൾ ഞങ്ങളെപ്പോലെ മറ്റുള്ളവരെ കാണുവാൻ, മറ്റുള്ളവരെ ബഹുമാനിപ്പാൻ, അവർക്ക് വേണ്ടതായ മാന്യത കൊടുക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് അവിടുന്ന് ആക്കിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ അതിനുള്ള കൃപ ഞങ്ങൾക്ക് തന്നാട്ട് മഹത്വം അങ്ങയ്ക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില വാക്കുപോലും മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തും എന്ന് മറക്കരുത്. നമ്മൾ നിസ്സാരരെന്ന് കരുതുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ആപത്ഘട്ടത്തിൽ നമ്മുടെ സഹായിയായി മാറുന്നത്. ആരെയും ചെറുതായി കാണാതെ എല്ലാവരെയും വലുതായി കാണുക. ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.